ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വഴക്കം വെച്ചാൽ ഇന്നാൾ ഇതിനെടുക്കേണ്ട നട്ട ചീര ഉണ്ടല്ലോ, ഇതാ ആ വരയിട്ട ചാക്കിൽ നട്ട ചീര നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം. പറിക്കാം, ചീര നടുന്നല്ല പൊരിച്ചെടുക്കാം. നല്ല അതിനകത്തൊന്ന് നടാനും പറ്റും. ില്ല പൂക്കാൻ തുടങ്ങി. ഇത് കണ്ട, ഇതാണ് നമ്മളെ നട്ട ചീരയായത്. നല്ലോണം ഉഷാറായിട്ടുണ്ട്. കണ്ട, ഇതിനിടയ്ക്ക് ആ ചാക്കലി അത്രയും നട്ടിട്ടില്ല, ഒരു 10-20 തൈ നട്ടതായി. എന്നതിൻ്റെ ഇത് നോക്കിയാട്ടെ. കണ്ട, ഇനി നമുക്ക് ആടെ ഒന്നും കൂടി നമുക്കൊന്ന് ഇത് ഇടവെക്കാം. നമുക്ക് ആടെ ഒന്നും കൂടി നട്ട് വെക്കാമല്ലോ. നമുക്ക് അതുപോലെ ഇതിനിടയ്ക്ക് നട്ട പോലെ തന്നെ കുറച്ച് ചീര നടാൻ. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ചീര നട്ടാൽ നമുക്ക് വേഗം പെട്ടെന്നായി കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി ഇതിൽ നടാനാണ്. കുറച്ച് വളം ഇടട്ടെ, അങ്ങനെ കുറച്ച് എല്ലാറ്റിലും വളം കുറച്ച് ഇട്ടേ. ഇതാണ് ജൈവവളം. ഈ ജൈവവളമാണ് ഇടുന്നത്. ഈ ജൈവവളം ഇട്ടിട്ട് നടാം. നല്ല ഉഷാറായിട്ട് വന്നോളൂ. വളം ഇട്ടു. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് നടാല. ഈ ചീര ഒന്ന് നടാല. കുറച്ച് വളർന്നിട്ടുണ്ട്. വളർന്നതിന് സാരമില്ല, നമുക്ക് വേഗം വളർന്ന് കിട്ടും, പെട്ടെന്നാവും. അതിന് വേണ്ടി ഞാനിപ്പം ഇത് നട്ട് കൊടുക്കട്ടെ. നല്ല ഉഷാറായി. രേഖ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉഷാറായില്ലേ, കിട്ടിയില്ലേ? ഇതാ ഒരു തൈ വേറെ പൊടിപ്പിച്ചതില്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ചെടുത്ത് നടന്ന്. വേഗം വന്നു, നല്ല ഉഷാറായിപ്പോയി. ഒറ്റക്ക് ഉണ്ടായാലും അതിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുഞ്ഞിൻ്റെ അത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളം വീഴുന്നത് അവർക്ക് വലിച്ചെടുക്കുകയും ചെയ്യാം. അവർ നല്ല ഉഷാറായിട്ട് പോയിക്കോളും. ഒന്നും ഒരു പണിയില്ല, ഉണങ്ങുകയും ചെയ്യില്ല. വെയിലത്ത് വന്നിട്ട് ഉണങ്ങാനുമില്ല. ഇതെല്ലാം നല്ല ശരിക്കും അവിടെ നട്ട് കൊടുത്താൽ മതി. ഒറ്റ തൈ പോയിട്ടില്ല. നമ്മൾ പുറത്ത് നട്ടാൽ പിന്നെയും ഇടയ്ക്കൊന്ന് പോവും, പിരിഞ്ഞു പോവും. ഇതിപ്പോൾ ഒന്നും പോയിട്ടില്ല, നല്ല കണ്ടീഷനായിട്ട് കിട്ടുകയും ചെയ്തു. കണ്ടില്ലേ? ഇങ്ങനെ നട്ട് കൊടുത്താൽ നേരത്തെ വേഗമെന്നറിയാം. ഒരാഴ്ച 2 ആഴ്ച വേണ്ട, അപ്പോഴേക്ക് ചീര പറിക്കാനാവും. നല്ല ഉഷാറായിട്ട് വേഗമാവും. ആ വളം അവിടുന്ന് ഒന്നിനും വേറെ ഒരു ഓരുമില്ല. രണ്ടും ആ ഒരു വളം അതിനകത്ത് ഇടുന്നില്ല. ഒന്നിൻ്റെ സ്ഥലയിലാണ് നല്ല അകലം, കൃത്യമായിട്ട് അകലം ഉണ്ടാവും. ഒരു മേക്കുമേലെ മുട്ടുള്ള വെയിൽ തണലും എല്ലാം കിട്ടും. അതാണ് ഇങ്ങനെ നട്ടാലുള്ള ഗുണം.
കണ്ടില്ലേ ഇതാ ഞാനിപ്പോൾ ഇവിടെ നട്ടിട്ട് കണ്ടില്ലേ ഞങ്ങൾ ഇതാ കണ്ടില്ലേ ഇതേപോലെ രണ്ടാമത്തേത് ഇതിനിടക്ക് നട്ട പോലെ തന്നെ ആദ്യം നട്ടിട്ടുണ്ട്. ഇനി അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കത് പറിച്ചെടുക്കാം. ഇപ്പോൾ ഒരിക്കൽ കറി വെക്കാൻ ഒരു ചാക്കിന് നമുക്ക് ഒരു നേരത്തെ കരിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം എങ്ങനെയാലും 1 കിലോ കൃത്യമായിട്ടുണ്ട്. ഒരു വിഷമവുമില്ല. 1 കിലോന് ഒരു കുറവുമില്ല. അപ്പം ഞാൻ നോക്കട്ടെ. ഇനി കുറച്ച് കണ്ടില്ലേ എൻ്റെ ചീര എൻ്റെ വിളവെടുപ്പ് കണ്ടില്ലേ ഇന്നത്തെ വിളവെടുപ്പ് വേണ്ട. അതാ ഇത് ചീര, ഇത് ചീര വേണ്ട, ഇത് ആ ചാക്കിലെ ചീര കേട്ടാ കണ്ടില്ലേ. പിന്നെ ഇത് കണ്ടില്ലേ ഇത് വേറെ ഒരു തരം ചീര കേട്ടാ. ഇത് വേറെ ഒരു നല്ല ചീര. ഇതിങ്ങനെ തണ്ടോടെയാണ് വെക്കുക, കറി വെക്കുക. കണ്ടില്ലേ ഇതാ ഇത് ഇന്നത്തെ കയ്പക്ക കണ്ടാ, പാവക്ക. അത്രയും ഒരു മരുടെ നട്ടിട്ട് അതിന് ഇഷ്ടംപോലെ ഇപ്പോൾ കറി വെക്കാൻ ദിവസം വിടുന്നത്. ഇത് ഞാൻ ചെത്തി ഉണക്കിയത് കണ്ട, ചെത്തിയിട്ടിട്ട് കണ്ട കൊണ്ടാട്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാ പിന്നെ ഈ മുളക് കൊഴുത്ത മുളകാണ്. ആ നട്ടതിൻ്റെ അകത്ത് ഞാൻ പച്ചമുളകും പറിച്ച് കൊടുക്കുകയും ഇതിന് ഇതിനകത്ത് ഇട്ട് ഉണക്കാനിട്ട് മുളക് കണ്ട. ഇതാ 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 ഇതെല്ലാം ഞാൻ ഇതിനകത്ത് നിന്ന് വരുന്നതാണ്. പച്ചക്കറീൻ്റെ അകത്ത് നിന്ന് വരുന്നതാണ്. ഇത് പച്ചമുളക്, ഇന്ന് പച്ചമുളകായി കണ്ടില്ലേ. ഇതാ ഇന്ന് പച്ചമുളകായി കണ്ട. പച്ചമുളക് കൂടെ അതിൽ പഴുത്തതുകൊണ്ട് അത് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. കണ്ടില്ലേ ഇങ്ങനെ 1-2 ഞാൻ പിന്നെ ദിവസവും കാണിക്കേണ്ട വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് ആ ചീര നടലും ആ ചീര പരിക്കലും എങ്ങനെയായാലും ഒരു കിലോൻ്റെ ചീരയുണ്ട്. അത്രയും നട്ടിൽ ഒരു ചാക്കിൽ നട്ട് നോക്കുമ്പോൾ നമുക്കിപ്പോൾ 2 നേരം വെക്കേണ്ട ചീര കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. അത് നട്ട വന്നേ ഉള്ളൂ. വേറെ ഒരു പണിയെടുത്ത് വെള്ളം അടിച്ച് കൊടുത്താലാണ് വേറെ ഒരു വളം ഒന്നും ഒഴിച്ചിട്ടില്ല. ഒരു വളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. നല്ല ഉഷാറായിട്ട് വന്നിട്ട് കാണുന്നുണ്ട്. അത് ഒറ്റ ആയതുകൊണ്ട് അപ്പുറത്ത് നട്ട പോലെയല്ല, അതിനെക്കാട്ടി ഉഷാറിൽ വന്നിട്ട് കാണുന്നില്ല ചാക്കിൻ്റെ അകത്തായതുകൊണ്ട്. അതുകൊണ്ട് നല്ലൊരു പരിപാടിയാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, കൃത്യമായിട്ട് കാണുന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചാൽ ഞാൻ കഴിയാതെ കൂടി ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിങ്ങളെ പറഞ്ഞധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഇനി നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. അവിടെ എല്ലാവരും കണ്ടിട്ട് കമൻ്റ് അടിക്കും, കമൻ്റ് ഇടും, ലൈക്ക് ചെയ്യും, എല്ലാം ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി അധികം കഷ്ടപ്പെടുന്നു. ഇപ്പം എനിക്ക് നടക്കാൻ തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയാനാണ് എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ശരി എന്നാൽ.